ഹായ് മക്കളെ, വെൽക്കം യു ഓൾ ഫോർ ദ വൺ ഷോട്ട് സീരീസ് ഇൻ ബോട്ടണി. നമ്മൾ ഇന്നൊരു ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഷോർട്ട് സീരീസ് ആണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ 30 മിനിറ്റ്സ് കൊണ്ട് ഈ ചാപ്റ്റർ ഞാൻ നിങ്ങളെ ബ്രഷപ്പ് ചെയ്യാൻ പോവാണ് വിത്ത് പവർ പാക്ഡ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് ഒന്ന് ക്വിക്കായിട്ട് നമുക്ക് ഈ ചാപ്റ്റർ നോക്കാം. ഈ ചാപ്റ്ററിൽ ദാറ്റ് ഈസ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഏരിയാസ് ഒക്കെ നോക്കുക. ഒന്ന്, നമ്മുടെ മെയിൻ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് അറിയണം. അതേപോലെ കിങ്ഡം മൊണീറ, പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റേ ആൻഡ് അനിമലിയ, വൈറസ്, വൈറോയിഡ്സ്, പ്രയോൺസ് ആൻഡ് ലൈക്കൻസ്, എസെലറൈറ്റ് ഓർഗാനിസംസിനെ കുറിച്ച് അറിയണം. അതിൽ മക്കളെ ഫസ്റ്റ് സെക്ഷൻ തന്നെ പറയുന്നത് അരിസ്റ്റോട്ടലിൻ്റെ കോൺട്രിബ്യൂഷൻ ആണ്. ഹി ഈസ് ദ ഫാദർ ഓഫ് ബയോളജി. ആദ്യമായിട്ട് സയൻറ്റിഫിക് ആയിട്ട് എന്ത് ക്ലാസിഫിക്കേഷൻ നടത്തിയ വ്യക്തി. അതിനുശേഷമാണ് ലിനേയസിൻ്റെ 2 കിങ്ഡം പ്ലാന്റേ ആൻഡ് അനിമേലിയ വന്നു ചേർന്നത്. ദെൻ കംസ് ദ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. എവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും? ഫ്രം ദ കിങ്ഡം മൊണീറ, പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റേ, അനിമേലിയ. അങ്ങനെയാണെങ്കിൽ ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ ക്രൈറ്റീരിയയിൽ 5 ക്രൈറ്റീരിയകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ 5 ക്രൈറ്റീരിയ എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതാണ്. ഒന്ന്, സെല്ലിൻ്റെ സ്ട്രക്ചർ, അതേപോലെ ബോഡി ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, റീപ്രൊഡക്ഷൻ ആസ് വെൽ ആസ് എവല്യൂഷൻ, ദാറ്റ് ഈസ് ഫൈലോജനി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഈ ഫസ്റ്റ് പാർട്ടിൽ നിന്നും അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ മക്കളെ ഈ ഒരു ചോദ്യം, അതായത് പ്രീവിയസ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആരാണ് ആദ്യമായിട്ട് സയൻറ്റിഫിക് ആയിട്ട് ക്ലാസിഫിക്കേഷൻ നടത്തിയത് എന്ന് ചോദിച്ചാൽ നമ്മുടെ സ്വന്തം അരിസ്റ്റോട്ടിൽ അല്ലേ? യെസ്. വീണ്ടും ഏറ്റവും കൂടുതൽ തവണ ഇവിടുന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നോട്ട് എ മെയിൻ ക്രൈറ്റീരിയ യൂസ്ഡ് ബൈ വിറ്റേക്കർ. അപ്പോൾ നമ്മൾ പറയും ബാക്കിയൊക്കെ ക്രൈറ്റീരിയ ആണ്. ഫിസിയോളജി ഓഫ് റെസ്പിറേഷൻ സാധാരണ ക്രൈറ്റീരിയയിൽ വരില്ല. മക്കളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഓർഗൻ സിസ്റ്റം ഓഫ് ബോഡി ഓർഗനൈസേഷൻ. ആർക്കാ കാണുന്നത്? ഓർഗൻ ലെവൽ എപ്പോഴും ആനിമൽസിനാണ് കാണുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു ഏരിയയിൽ നിന്നും ഇതുവരെ വന്നതിൽ ഏറ്റവും കൂടുതൽ കണ്ട ക്വസ്റ്റ്യൻ യൂക്കാരിയോട്സ്. വിറ്റേക്കറിന്റെ ക്ലാസിഫിക്കേഷനിൽ യൂക്കാരിയോട്സ് എത്ര വരുമെന്നാണ്. യൂക്കാരിയോട്സ് 4 ഔട്ട് ഓഫ് 5 കിങ്ഡംസ്. ഒരേ ഒരു കിങ്ഡം പ്രോക്കാരിയോട്ടാണ്, ബാക്കി എല്ലാം തന്നെ യൂക്കാരിയോട്ടാണ്. സോ ലെറ്റ്സ് മൂവ് ടു ദ ഫസ്റ്റ് കിങ്ഡം, കിങ്ഡം മൊണീറ. മക്കളെ കിങ്ഡം മൊണീറയിൽ നമ്മൾ പഠിക്കേണ്ട ആൾക്കാർ ആരൊക്കെയാണ്? ഒന്ന്, നമ്മുടെ ആർക്കെ ബാക്ടീരിയ, യു ബാക്ടീരിയ, സൈനോ ബാക്ടീരിയ, മൈക്കോപ്ലാസ്മ ആൻഡ് ബാക്ടീരിയ. അതിൽ ആർക്കെ ബാക്ടീരിയ ഇസ് ദ മോസ്റ്റ് പ്രിമിറ്റീവ് ബാക്ടീരിയ. അതിൽ ഹാബിറ്റാറ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സാൾട്ടിൽ കാണുന്ന ഹാലോഫൈൽസ്, ഹൈ ടെമ്പറേച്ചറിൽ കാണുന്ന തെർമോഅസിഡോഫൈൽസ്, അതേപോലെ തന്നെ മീഥേൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തനോജൻസിനെ അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ സൈനോ ബാക്ടീരിയോ, യു ബാക്ടീരിയയുടെ ഉള്ളിലല്ലേ നമ്മൾ സൈനോ ബാക്ടീരിയ പഠിക്കുന്നത്? യെസ്. ഈ സൈനോ ബാക്ടീരിയയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതിൻ്റെ എക്സാമ്പിളായ നൊസ്റ്റോക്കാണ്. ആൽഗൽ ബ്ലൂംസ് കോസ് ചെയ്യുന്ന സൈനോ ബാക്ടീരിയ നൈട്രജനെ ഫിക്സ് ചെയ്യാനായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് സെൽസ് എപ്പോഴും നമ്മൾ അറിയണം, ഹെറ്ററോസിസ്റ്റ എന്നുള്ളത്. അതേപോലെ തന്നെ ഏറ്റവും ചെറിയ പ്രൊക്കാരിയോട്ടിക് സെല്ല് മൈക്കോപ്ലാസ്മ, അവർക്ക് സ്വന്തമായിട്ടൊരു സെൽ വോൾ ഇല്ല എന്നുള്ള കാര്യവും ഓക്സിജന്റെ ആബ്സൻസിൽ ജീവിക്കാൻ പറ്റും എന്ന് പറയണം. ദ ലാസ്റ്റ് ഓർഗാനിസം ഇൻ കിങ്ഡം മൊണീറ ഇസ് ബാക്ടീരിയ. ബാക്ടീരിയയുടെ ഷേപ്പാണ് ആദ്യം അറിയേണ്ടത്. കോക്കസ് ഏറ്റവും ചെറുത്, ബാസിലസ് ഏറ്റവും കോമൺ, ദെൻ ഏറ്റവും വലിയ സ്പൈറലം, ദെൻ കംസ് വിബ്രിയോ. ഇത്രയും ആൾക്കാരെ കുറിച്ച് കൃത്യമായിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ബാക്ടീരിയയുടെ ന്യൂട്രീഷൻ ഒന്ന് ആലോചിച്ച് നോക്കുക. ബാക്ടീരിയ ഓട്ടോട്രോഫിക്കും ഉണ്ട്, ഹെറ്ററോട്രോഫിക്കും ഉണ്ട്. അതേപോലെ തന്നെ ഓട്ടോട്രോഫിക്കിൽ കെമിക്കൽസ് ഉപയോഗിക്കുന്ന കീമോസിന്തറ്റിക്കും ലൈറ്റിന്റെ പ്രസൻസിൽ ഉപയോഗിക്കുന്ന ഫോട്ടോസിന്തറ്റിക്കും ഉണ്ട്. അതേപോലെ ഹെറ്ററോട്രോഫിക്കിലോ പാരസൈറ്റിക് ഉണ്ട്, സാപ്രോഫൈറ്റിക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ ന്യൂട്രീഷൻ, ഏറ്റവും അധികം ന്യൂട്രീഷണൽ ഡൈവേഴ്സിറ്റി കാണിക്കുന്ന കിങ്ഡം ഏതാ? അത് നമ്മുടെ മൊണീറയല്ലേ? അങ്ങനെയാണെങ്കിൽ ബാക്ടീരിയയുടെ റീപ്രൊഡക്ഷൻ 3 ടൈപ്പില്ലേ? ബൈനറി ഫിഷൻ അല്ലേ ഏറ്റവും കോമൺ? സ്പോർ ഫോർമേഷൻ അവർ പിന്നീട് കാണിക്കുന്നതാണ് അൺഫേവറബിൾ കണ്ടീഷൻസിൽ. അതേപോലെ തന്നെ ടൈപ്പ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലേ ശരിക്കും ഈ DNA ട്രാൻസ്ഫർ, ശരിയല്ലേ? അപ്പോൾ ഈ ഒരു ഡയഗ്രം കൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ബാക്ടീരിയയുടെ കേസ്, അതായത് മൊണീറയിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച ചോദ്യങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പ്രിമിറ്റീവ് പ്രോകാരിയോട്സ് റെസ്പോൺസിബിൾ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ബയോഗ്യാസ്. അതൊരു സംശയമില്ല, അത് മെത്തനോജൻസ് അല്ലേ? യെസ്.
ദെൻ സൈനോബാക്ടീരിയ വിളിക്കുന്ന മറ്റൊരു പേര് നോക്ക്, ദാറ്റ് ഇസ് ബ്ലൂ ഗ്രീൻ ആൽഗെ. സ്ഥിരമായി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ ന്യൂട്രീഷൻ ഇൻ ബാക്ടീരിയ. ശരിക്കും ബാക്ടീരിയ ഓട്ടോട്രോഫിക് ആണോ എക്ടോട്രോഫിക് ആണോ എപ്പോഴുള്ള കൺഫ്യൂഷനാണ്. മോസ്റ്റ്ലി ദിയ എക്ടോട്രോഫിക് ആണ്, പക്ഷെ അവർ എക്ടോട്രോഫിക്കും ഓട്ടോട്രോഫിക്കും കാണിക്കും. സോ രണ്ടും നമ്മൾ പറയേണ്ടി വരും. ഓക്കെ, സോ നെക്സ്റ്റ് കംസ് ദ പ്രോട്ടിസ്റ്റ കിങ്ഡം. ഈ കിങ്ഡത്തിന്റെ പ്രത്യേകത ഇതിൻ്റെ അകത്തുള്ള ഓർഗാനിസംസിന്റെ ഡൈവേഴ്സിറ്റിയാണ്. ഏറ്റവും അധികം ന്യൂട്രീഷണൽ ഡൈവേഴ്സിറ്റി കാണിക്കുന്നത് നമ്മുടെ മൊണീറയാണെങ്കിലും ഏറ്റവും കോൺട്രവേഴ്സ്യൽ കിങ്ഡം എന്ന് പറയുന്നത് പ്രോട്ടിസ്റ്റയാണ്. അതിൽ വരുന്ന മെമ്പേഴ്സ് ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജലേറ്റ്സ്, യുഗ്ലിനോയിഡ്സ്, സ്ലൈമോൾസ് ആൻഡ് പ്രോട്ടോസോവൻസ്. ഈ മെമ്പേഴ്സിന്റെ പേര് മറക്കാൻ പാടില്ല. ഇതിൽ ആദ്യത്തെ ഗ്രൂപ്പിനെ എടുക്കാം, ക്രൈസോഫൈറ്റ്സ്. അപ്പൊ ക്രൈസോഫൈറ്റ്സിൽ ഡയാറ്റംസും വരും, ഗോൾഡൻ ആൽഗി എന്നറിയപ്പെടുന്ന ഡെസ്മിറ്റ്സിനെയും നമ്മൾ കൃത്യമായിട്ട് അറിയണം. അതിൽ ഡയാറ്റംസിന്റെ സോപ്പ് ബോക്സിന്റെ ഷേപ്പും ഈ ഡയാറ്റംസ് നശിച്ചു പോവാതെ കിടക്കുന്നതിന് ഡയാറ്റമീഷ്യസ് എർത്ത്, ആ ഒരു ടേമും മറക്കരുത്. ആൻഡ് ഡയാറ്റംസ് ആർ ദ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ദ ഓഷ്യൻസ്. ഓക്കെ, അവരെ നമുക്ക് ഒരുപാട് യൂസസ് ഉള്ള കാര്യം അറിഞ്ഞിരിക്കണം. ഡൈനോഫ്ലജലേറ്റ്സിലേക്ക് വരുമ്പോഴോ, ഡൈനോഫ്ലജലേറ്റ്സ് കടലിൽ മാത്രമേ കാണുള്ളൂ. അവരിൽ റെഡ് കളർ ഡൈനോഫ്ലജലേറ്റ്സ്, ഗൊണിയോലെക്സ് ആണ് അതിന്റെ എക്സാമ്പിൾ. അവരുടെ റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷനിൽ ആ കടലിനെ രക്തമയമാക്കി മാറ്റും. ഓക്കെ, ആ ഫിനോമിനെ നമ്മൾ കൊടുക്കുന്നതാണ് റെഡ് ടൈഡ്. ഓക്കെ, ഡയഗ്രാം മിസ്സാവരുത്. ഹിയർ കംസ് ദ യുഗ്ലിനോയിഡ്സ്. ഫ്രഷ് വാട്ടറിൽ കെട്ടിക്കിടക്കുന്ന ഫ്രഷ് വാട്ടറിൽ കാണുന്ന യുഗ്ലിനോയിഡ്സിന്റെ പ്രത്യേകത എന്താ? ഈ യുഗ്ലിനോയിഡ്സ് പകൽ സമയത്ത് ഫോട്ടോസിന്തറ്റിക് ആണെങ്കിലും ലൈറ്റിന്റെ ആബ്സെൻസിൽ അവർ പ്രെഡേറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. യുഗ്ലീനയുടെ പ്രത്യേകത അതിന്റെ ഫ്ലജല്ലമാണ്. ആ ഫ്ലജല്ലം ഒന്ന് വലുതും ഒന്ന് ചെറുതും ആയിട്ട് നമുക്ക് കാണാം. ആ പ്രോട്ടീൻ കൊണ്ടുണ്ടാക്കിയ പെല്ലിക്കൾ നമുക്ക് സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പിന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടിസ്റ്റാണ് സ്ലൈമോൾഡ്. സ്ലൈമോൾഡിന്റെ പ്രത്യേകത എന്താ? സ്ലൈമോൾഡ് സാപ്രോഫൈറ്റിക് ആയിട്ടുള്ള പ്രോട്ടിസ്റ്റുകളാണ്. ഇവര് ഫേവറബിൾ കണ്ടീഷൻസിൽ എന്ത് ചെയ്യും? ഫേവറബിൾ കണ്ടീഷൻസിൽ ഇവരെല്ലാം കൂടി അഗ്രിഗേറ്റ് ചെയ്തിട്ട് പ്ലാസ്മോഡിയം ഫോം ചെയ്യും. അൺഫേവറബിൾ കണ്ടീഷൻസിൽ അവരെന്ത് ചെയ്യും? അവർ സ്പോർ ഫോം ചെയ്ത് അവരുടെ ജീവിതം നിലനിർത്തുന്ന കാര്യം അറിയണം. അപ്പോൾ അവർ സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റുകളാണ് ഒന്ന് കൃത്യമായിട്ടുള്ള ധാരണ നമുക്കുണ്ടാവണം. ഓക്കെ ആണോ മക്കളെ? യെസ്. അങ്ങനെയാണെങ്കിൽ വീണ്ടും നമ്മൾ പ്രോട്ടോസോവകളെ കുറിച്ച് അറിയണം. ഈ പ്രോട്ടോസോവകളെ കുറിച്ച് പറയുമ്പം 4 ഗ്രൂപ്പാണ് ഈ പ്രഡേറ്റേഴ്സ്. അമീബ വരുന്ന അമീബോയിഡ് പ്രോട്ടോസോവൻസ് ഉണ്ട്. അതേപോലെ തന്നെ ട്രിപ്പനോസോമ വരുന്ന ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് കോസ് ചെയ്യുന്ന ഫ്ലജല്ലേറ്റഡ് ഉണ്ട്. സീലിയേറ്റഡ് പ്രോട്ടോസോവൻസിന്റെ ഡയഗ്രാം പാരമീസിയം, 2 ന്യൂക്ലിയസ് ഉള്ള പാരമീസിയത്തെ കുറിച്ച് ഒരിക്കലും നമ്മൾ മറക്കരുത്. പാരമീസിയം സീലിയേറ്റഡ് പ്രോട്ടോസോവൻ ആണ്. ആൻഡ് ദ ലാസ്റ്റ് സ്പോറോസോവൻസ്. മലേറിയൽ പാരസൈറ്റ് ആയ പ്ലാസ്മോഡിയം വരുന്ന സ്പോറോസോവൻസ് നമുക്ക് സെക്കൻഡ് ഇയർ ടോപ്പിക്സിലും ആവശ്യമായിട്ട് വരുന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പ്രോട്ടിസ്റ്റ കിങ്ഡത്തിൽ നിന്ന് സാധാരണ വരുന്ന ചോദ്യങ്ങളിൽ ഒന്നാമത്തെ നോക്കുക, ഡയാറ്റംസിന്റെ കേസ്. ഡയാറ്റംസ് എന്തുകൊണ്ടാണ് സാധാരണ ആൽഗെ പോലെ ഡീക്കേ ആവാത്തത്? അതിന്റെ കാരണം അവർക്ക് ഹൈലി സിലിക്ക കൊണ്ടുണ്ടാക്കിയ വോൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ റെട്ടൈഡുകൾ ഉണ്ടാക്കുന്നത് ആരാ? അത് ഡൈനോഫ്ലജലേറ്റ്സിലെ ഗൊണിയോലെക്സ് അല്ലേ? യെസ്. ഡീകമ്പോസർ പ്രോട്ടിസ്റ്റുകൾ എന്നറിയപ്പെടുന്ന ആരാ? അത് സ്ലൈമോൾസ് അല്ലേ? ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടും ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടും ഒക്കെ നമുക്ക് കാണാറുള്ളതാണ്. ആൻഡ് ലെറ്റ്സ് മൂവ് ടു ദ ഫംഗൈ. നമ്മുടെ എല്ലാ കിങ്ഡത്തിലും വെച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കിങ്ഡമാണ് കിങ്ഡം ഫംഗൈ. എല്ലാവരും തന്നെ ഹെറ്ററോട്രോഫിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. അപ്പം ഇവരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ ബോഡിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവരുടെ ബോഡി, അതായത് വെജിറ്റേറ്റീവ് ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് മെലിഞ്ഞ നീണ്ട സ്ട്രക്ചറായ ഹൈഫ ഉപയോഗിച്ചാണ്. ഈ ഹൈഫയുടെ നെറ്റ്വർക്ക് അല്ലേ മൈസീലിയം. ആ മൈസീലിയത്തിലെ ഹൈഫെ ക്രോസ് വാൾസ് ഉള്ള സെപ്റ്റേറ്റും ക്രോസ് വാൾസ് ഇല്ലാത്ത എസെപ്റ്റേറ്റും ഇല്ലേ? ഉണ്ട്. അതിൽ ചില ഹൈഫുകൾ കണ്ടിന്യൂസ് ആണ്. അവർക്ക് ക്രോസ് വാൾസ് ഇല്ലെങ്കിൽ അത് മൾട്ടി ന്യൂക്ലിയേറ്റ് കണ്ടീഷൻ ആയിട്ട് മാറും. അതിനെയല്ലേ സീനോസൈറ്റിക് ഹൈഫ എന്ന് വിളിക്കുന്നത്? ദാറ്റ്സ് റൈറ്റ്. അതേപോലെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഫംഗസിന്റെ സെൽ വോളാണ്. ഫംഗസിന്റെ സെൽ വോള് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നറിയുമോ? ഫംഗസിന്റെ സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത് കൈറ്റിൻ ആൻഡ് പോളിസാക്രൈഡ്സ് ആണ്.
അപ്പം ഈ ഒരു കൈറ്റിൻ എന്ന് പറയുന്നത് എക്സോസ്കെൽട്ടണിൽ കാണുന്ന സ്ട്രക്ചറാണ്. അപ്പം കൈറ്റിൻ ആൻഡ് പോളിസാക്കറൈഡ്സ് ആണ്. ഇതാണ് എന്തുണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്? ഫംഗസിൻ്റെ സെൽ വാളിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫംഗസ് ശരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് വരുന്ന ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ ഫംഗസിൻ്റെ റീപ്രൊഡക്ഷൻ എടുത്ത് നോക്കിയാലോ. ഫംഗസ് വെജിറ്റേറ്റീവ് ആയിട്ടും റീപ്രൊഡ്യൂസ് ചെയ്യും, അതേപോലെ തന്നെ എസെക്ഷുവലായിട്ടും സെക്ഷുവലായിട്ടും റീപ്രൊഡ്യൂസ് ചെയ്യും. വെജിറ്റേറ്റീവ് എപ്പോഴും ഫ്രാഗ്മെന്റേഷൻ ആവാം, ഫിഷൻ ആവാം, ഓക്കെ, ബഡ്ഡിങ് ആവാം. അതേസമയം എസെക്ഷൽ റീപ്രൊഡക്ഷൻ എപ്പോഴും സ്പോർസ് ആണ്. അപ്പൊ വിവിധ തരത്തിലുള്ള സ്പോറുകൾ ഫംഗസിന്റെ റീപ്രൊഡക്ഷനിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ സെക്ഷൽ സ്പോർസും ഉണ്ട്, എസെക്ഷൽ സ്പോർസ്, സെക്ഷൽ സ്പോർസും ഉണ്ട്. സെക്ഷൽ സ്പോർസിന്റെ പേരുകൾ ആസ്കോസ്പോസ്, ബെസരിയോസ്പോസ്, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ടിയാണ്. ഈ ഫംഗസിന്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ വളരെ പ്രാധാന്യമുള്ളതാണ്. എപ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. ഫംഗസ് സെക്ഷുവലായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ 3 തരത്തിലാണ്. അത് ഏതൊക്കെയാ? ഒന്ന് പ്ലാസ്മോഗമി, കാരിയോഗമി, മിയോസിസ്. പ്രോട്ടോപ്ലാസങ്ങൾ ഫ്യൂസ് ചെയ്യുന്നതല്ലേ പ്ലാസ്മോഗമി. അതേസമയം ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് വിളിക്കും? കാരിയോഗമി. അങ്ങനെ ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്തിട്ടുണ്ടായ സൈഗോട്ടിൽ മിയോസിസ് നടന്നിട്ട് ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോർ ഉണ്ടാവുന്നല്ലേ ഈ പറയുന്ന മിയോട്ടിക് ഡിവിഷൻ. അതിൽ ഈ ന്യൂക്ലിയസ് ആദ്യം ഫ്യൂസ് ചെയ്യാതെ ഒന്നിച്ച് ഒരു പെയറായിട്ടാണ് നിൽക്കുക. അങ്ങനെ ന്യൂക്ലിയസ് പെയറായിട്ട് നിൽക്കുന്നതിനെ നമ്മൾ ഡൈക്കാരിയോൺ എന്നാ വിളിക്കുക. ഈ ഡൈക്കാരിയോൺ എല്ലാ ഫംഗസുകളിലും കാണില്ല എന്നൊന്ന് അറിഞ്ഞിരിക്കണം. ഫംഗസുകളുടെ ക്ലാസ്സിൽ 2 മെയിൻ ഗ്രൂപ്പ്, ഒന്ന് നമ്മുടെ ആസ്കോമൈസീസും ഒന്ന് നമ്മുടെ ബെസരിയോമൈസീസിലാണ് ഇത് വ്യക്തമായിട്ട് ഈ ഡൈക്കാരിയോൺ കാണുന്നത്. ആ ഫിനോമിനെ ഡൈക്കാരിയോട്ടൈസേഷൻ എന്ന് വിളിക്കും. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ മക്കളെ ഈ 4 ക്ലാസ്സുകളുടെ കേസിലേക്ക് ഒന്ന് നോക്ക്. എങ്ങനെയാണ് ഈ 4 ക്ലാസ്സുകൾ ഫൈക്കോ, ആസ്കോ, ബെസരിയോ, ഡിറ്ററോമൈസീറ്റ്സ് എങ്ങനെ ഇവർ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നോക്കുക. എന്തിനെ ബേസ് ചെയ്തിട്ടാ? ബേസ്ഡ് ഓൺ മോർഫോളജി ഉണ്ട്, അതേപോലെ തന്നെ സ്പോർ ഫോർമേഷൻ, ഫ്രൂട്ടിംഗ് ബോഡി. ഈ ഒരു കാരണങ്ങൾ കൊണ്ട് ഈ ഒരു ആസ്പെക്റ്റിലാണ് ഈ ഒരു ഫംഗസിനെ ഇങ്ങനെ 4 ആക്കി ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫൈക്കോമൈസീറ്റ്സിനെ നമ്മൾ ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ഫംഗസ് എന്നാണ് വിളിക്കുക. ഇവരെ ആൽഗൽ ഫംഗൈ, കാരണം വെള്ളത്തിലാണ് കാണുക. മെയിൻ എക്സാമ്പിൾസ് നോക്ക്. മ്യൂക്ക്, റൈസോപ്പസ്, ബ്രെഡ് മൗൾഡ് എന്നറിയപ്പെടും. ആൽബുഗോ പാരസൈറ്റി ഫംഗൈ ആണ്, എപ്പോഴും പ്രാധാന്യം അർഹിക്കുന്ന എക്സാമ്പിൾ ആണ്. NCERTയിൽ മ്യൂക്കറിന്റെ ചിത്രവും അടക്കം കൊടുത്തിട്ടുണ്ട്. ഇനി ഇവരുടെ മൈസീലിയത്തിന്റെ പ്രത്യേകത സീനോസൈറ്റിക് ആണ്, ഓക്കെ, എസെപ്റ്റേറ്റ് ആണെന്നുള്ള കാര്യം അറിയണം. അതേസമയം ആസ്കോമൈസീറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, സാക് ഫംഗൈ എന്നല്ലേ വിളിക്കുക? അതെ, സാക് ഫംഗൈ എന്ന് വിളിക്കുക. ചാക്ക് പോലെയാണ് അതിന്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. ആസ്കസ്, ചാക്ക്, സാക്ക് ലൈക്ക്. ഇവരെ കോമൺലി സാക് ഫംഗൈ എന്ന് നമ്മൾ വിളിക്കുമല്ലോ. ഇവർ യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ട്. ഈസ്റ്റ്, സെക്കാരോമൈസീസ് സെർവിസെ, മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള പെൻസീലിയം ഉണ്ട്. അതേപോലെ തന്നെ ആസ്പെർജില്ലസ്, ക്ലാവിസെപ്സ്, ന്യൂറോസ്പോറ ജെനറ്റിക്കൽ ആൻഡ് ബയോകെമിക്കൽ സ്റ്റഡീസിൽ ഉപയോഗിക്കുന്നതാണ്. അതേപോലെ എഡിബിൾ ആയിട്ടുള്ള ഏതൊക്കെ ഉണ്ട് എന്നുള്ള കാര്യവും നിങ്ങൾ ഓർത്തിരിക്കണം. മോറൽസ്. അപ്പോൾ ആ ഒരു എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആസ്പെർജില്ലസിന്റെ ചിത്രം കൃത്യമായിട്ട് നമ്മുടെ NCERTയിൽ കാണാം. അപ്പൊ ആസ്കോമൈസീസ് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഫംഗസ് ആണ്, ആസ്കസും ആസ്കോസ്പോസും. അങ്ങനെയാണെങ്കിൽ ബെസിഡിയോമൈസീസിനെ നമ്മൾ സാധാരണ സാക് ഫംഗൈ എന്നല്ല ക്ലബ് ഫംഗൈ. ആസ്കോമൈസീസിനെ സാക്ക് എന്ന് വിളിക്കുമ്പം ഇതിനെ ക്ലബ് ഫംഗൈ എന്ന് വിളിക്കും. അപ്പൊ ഇവരിൽ മെയിനായിട്ട് മഷ്റൂംസ് ആണ്. സെക്സ് ഓർഗൻസ് വ്യക്തമായിട്ട് കാണാത്ത ബെസിഡിയോമൈസീസില് ക്ലബ് ഫംഗൈ എന്ന് വിളിക്കാൻ കാരണം അതിന്റെ റീപ്രൊഡക്റ്റീവ് ബോഡി ക്ലബ് ഷേപ്പ് ബെസിഡിയാണ്. അവര് അറേഞ്ച്ഡ് ഇൻ ഫ്രൂട്ടിംഗ് ബോഡി കോൾ ബെസിഡിയോ കാർപ്പാണ്. ഇതാണ് മക്കളെ ബെസിഡിയോ കാർപ്പ്. ഈ കാണുന്ന സ്ട്രക്ചറാണ് ഈ ബെസിഡിയോ കാർപ്പ്. അവരുടെ മെമ്പേഴ്സിന്റെ പേര് നോക്ക്. ഈ മഷ്റൂം എന്ന് വിളിക്കുന്നത് അഗാരിക്കസ് ആണ്. അസ്റ്റിലാഗോ സ്മഡ് ഡിസീസ് കോസ് ചെയ്യും. അതേപോലെ പക്സീനിയ റസ്റ്റ് ഡിസീസ്. ഈ ഇലകളെല്ലാം ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന റസ്റ്റ് ഡിസീസ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് അറിഞ്ഞിരിക്കണം. ഇനി വരുന്ന ഡിട്രോമൈസീറ്റ്സിനെ നമ്മൾ എന്ത് പേരിട്ട വിളിക്കുക? അവരെ ഇംപെർഫെക്റ്റ് ഫംഗൈ എന്ന് വിളിക്കുക.
എന്താ ഇതിന്റെ കാരണം? അവർക്ക് എസെക്ഷൽ റീപ്രൊഡക്ഷനോ വെജിറ്റേറ്റീവോ മാത്രമേ ഉള്ളൂ, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇല്ല. പക്ഷെ വൺ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഐഡന്റിഫൈ ചെയ്തപ്പം അവരെ നമ്മൾ അതിൻ്റെതായ ഗ്രൂപ്പുകളിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല ഇവർ അധികവും സാപ്രോഫൈറ്റ്സ് അല്ലെങ്കിൽ പാരസൈറ്റുകളാണ്. മെജോറിറ്റി ഡീകമ്പോസേഴ്സ് ഓഫ് ലിറ്റ്, അവശിഷ്ട നിർമ്മാണമാണ് ഇവരുടെ മെയിൻ ഡ്യൂട്ടി. ഇനി എക്സാമ്പിൾ നോക്കുക മക്കളെ, ഓൾട്ടർനറി ഉണ്ട്, കോളിറ്റോട്രൈക്കോ ഉണ്ട്, ട്രൈക്കോഡെർമി ഉണ്ട്. ഈ 3 എക്സാമ്പിൾസ്, എല്ലാ ഫംഗസിൻ്റെയും എക്സാമ്പിൾസ് കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്ന കോമൺ സാധാരണ വന്ന ഏറ്റവും കൂടുതൽ തവണ വന്ന ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഫംഗസിന്റെ സെൽ വാൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? അപ്പോൾ നമുക്കത് കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവും. കൈറ്റിൻ ആൻഡ് പോളിസാക്കറൈഡ്സ്. ഓക്കെ, ഇനി അടുത്ത നോക്ക്, ഏത് ഫംഗസിനാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇല്ലാത്തത്? പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയണം. ഡിറ്ററോമൈസീഡ്സ് ആണ്. എന്തുകൊണ്ടാ എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം, അവരെ ഫംഗൈ ഇംപെർഫെക്റ്റി എന്ന് വിളിക്കും. അതേസമയം നമുക്ക് ചോദിച്ച മറ്റൊരു ചോദ്യമാണ് ഡൈകാരിയോൺ ഫോർമേഷൻ. ഡൈകാരിയോൺ ആ 2 ന്യൂക്ലിയസ്, അതെപ്പോഴും നമ്മൾ പറയുന്നത് ഏതിലാ? ആസ്കോമൈസീസിലും ബെസിഡിയോമൈസീസിലും അല്ലേ നമ്മളത് പറയുള്ളൂ? യെസ്. അങ്ങനെയാണെങ്കിൽ ബെസിഡിയോമൈസീസ് ഗ്രൂപ്പിലാണ് ഏറ്റവും അധികം അസുഖം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മെയിൻ അസുഖക്കാർ അതിൻ്റെ അകത്താണ്. ഏതൊക്കെയാ? ഒന്ന് റസ്റ്റ്, ഒന്ന് സ്മട്ട്, മഷ്റൂം അതിൽ വരുന്നതാണ്. അപ്പോൾ ഓൾ ദി എബവ് അല്ലേ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ വരിക. ഓക്കെ, ഇനി നോക്കാം, ഫൈക്കോമൈസീസിൽ മൈസീലിയത്തിൻ്റെ പെക്യുലാരിറ്റി എപ്പോഴും നമ്മുടെ ഒരു ചോദ്യമാണ്. അപ്പം മൈസീലിയത്തിൻ്റെ പ്രത്യേകത സീനോസൈറ്റിക് ആൻഡ് എസെപ്റ്റേറ്റ് അല്ലേ? യെസ്. എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അത് എസെപ്റ്റേറ്റ് ആണോ സെപ്റ്റേറ്റ് ആണോ എന്നുള്ള കാര്യം എപ്പോഴും ആലോചിക്കാം. അപ്പം 3 കിങ്ഡംസ് അടിപൊളിയായിട്ട് കിട്ടി. ഇനി 4ാമത്തെയും 5ാമത്തെയും കിങ്ഡം നോക്ക്, കിങ്ഡം പ്ലാന്റേൻ, അനിമേലിയ. ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം മറ്റ് ചാപ്റ്റർ തന്നെയുണ്ട്. അതിൽ പ്ലാൻ കിങ്ഡത്തിൽ ഇൻസെക്ടിവോറസ് ആയിട്ടുള്ള പ്ലാന്റ്സും പാരസൈറ്റിക് പ്ലാന്റ്സിനെ കുറിച്ച് പറയണം. ഈ ബ്ലാഡർ വേർട്ടും വീനസ് ഫ്ലൈ ട്രാപ്പും ഇൻസെക്ടിവോറസ് അല്ലേ? കെസ്ക്യൂട്ടി അല്ലേ പാരസൈറ്റ്? യെസ്. അങ്ങനെയാണെങ്കിൽ നോക്ക്, പ്ലാന്റ് കിങ്ഡത്തിൽ ഏതൊക്കെ മെമ്പേഴ്സ് വരും എന്നുള്ളത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടതാണ്. ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറഡോഫൈറ്റ്സ്, ജിംനോസ്പംസും ആൻജിയോസ്പംസും. അതിൽ ആൻജിയോസ്പംസിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഈ വർഷം പഠിക്കാനില്ല. അങ്ങനെയാണെങ്കിൽ പ്ലാന്റ്സ് അതിൻ്റെ ലൈഫ് സൈക്കിളിൽ 2 വ്യക്തമായ കാര്യങ്ങളുണ്ട്. ഒന്ന് ഹാപ്ലോയിഡ് ഗെമിറ്റോഫൈറ്റും അതേപോലെ തന്നെ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റും. അപ്പോൾ 1 വർഷമാണ് ഒരു ചെടിയുടെ ആയുസ്സെങ്കിൽ 6 മാസം അത് ഹാപ്ലോയിഡ് നേച്ചർ കാണിക്കുകയും ബാക്കി 6 മാസം ഡിപ്ലോയിഡ് നേച്ചർ കാണിക്കുന്ന ഒരു സ്വഭാവം ചില പ്ലാന്റ്സിനുണ്ട്. അതിനെയല്ലേ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആനിമൽ കിങ്ഡം നമുക്ക് വിശാലമായിട്ട് കിടക്കുകയാണ്. അതിൻ്റെ ബേസിക് ഐഡിയ നമ്മൾ ഉണ്ടാവണം. അത് ഹെറ്ററോട്രോഫിക് ആണ്, യൂക്കാരിയോട്ടാണ്, മൾട്ടി സെല്ലുലാർ ആണ്, സ്വന്തമായിട്ടൊരു സെൽ വാൾ പോലുമില്ല. അവരുടെ ന്യൂട്രീഷൻ ഹോളോസോയിക് എന്നുള്ള കാര്യം മറക്കണ്ട. ഏറ്റവും കൂടുതൽ തവണ ബേസിക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സിന്റെ എക്സാമ്പിളാണ്. ബ്ലാഡർ വേർട്ടും വീനസ് ട്രാപ്പും അല്ലേ? അപ്പോൾ അതല്ലേ മക്കളെ കറക്റ്റ് ആൻസർ. അങ്ങനെയാണെങ്കിൽ ഹോളോസോയിക് ന്യൂട്രീഷൻ കാണിക്കുന്നത് എപ്പോഴും കിങ്ഡം അനിമേലിയ എന്നുള്ളത് ഒരു കാരണവശാലും അത് മറന്നു പോകാൻ നിൽക്കരുത്. ഓക്കെ, ആൻഡ് ഹിയർ കംസ് ദ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ ഏരിയ, വൈറസ്, വൈറോയിഡ്സ്, പ്രയോൺസ് ആൻഡ് ലൈക്കൻസ്. ഇവരൊക്കെ മക്കളെ എസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. സ്വന്തമായിട്ടൊരു സെല്ല് പോലും ഇല്ലാത്ത പാവങ്ങൾ. ഇതിൽ ഏറ്റവും ആദ്യം നമ്മൾ വൈറസിനെ കുറിച്ച് അറിയുന്നത്. വൈറസ് ശരിക്കും മക്കളെ ലിവിങ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഒരേ സമയം ലിവിങ് ആണ്, ഒരേ സമയം നോൺ ലിവിങ് ആണ്. ആക്റ്റീവ് ഓൺലി ഇൻസൈഡ് എ ലിവിങ് സെൽ എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതേസമയം സെല്ലിൻ്റെ പുറത്തേക്ക് പോകുമ്പം അതിന് ആക്റ്റീവ് ആവാനുള്ള കപ്പാസിറ്റി ഇല്ല. ഈ വൈറസിനെ ആദ്യമായിട്ട് കണ്ടെത്തിയത് ഇവാനോവിസ്കിയുടെ പേരും ആ വർഷവും ആ ഡിസീസും ഏതാണെന്നറിയണം. മൊസൈക് ഡിസീസ് ഓഫ് ടുബാക്കോ. ഇപ്പം ടുബാക്കോ പ്ലാന്റ്സിലല്ലേ ആദ്യമായിട്ട് അത് കണ്ടെത്തുന്നത്. അതിനുശേഷം ബെസറിങ്, ആ പ്രൊനൗൺസിയേഷൻ തന്നെ വളരെ ആലോചിച്ച് പറയേണ്ടതാണ്. ബെസറിങ് 1898 ശരിക്കും അദ്ദേഹം ഈ ഒരു വൈറസിന് കണ്ടേജിയം വിവം ഫ്ലൂയിഡം, അതായത് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ലിവിങ് ഫ്ലൂയിഡ് എന്ന ആ ഒരു ടേം കൊടുക്കുകയും നമ്മുടെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് NCERT-യിൽ വൈറസ് എന്ന ടേം കൊടുത്തത് ഈ ബെസറിങ് ആണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. അതേസമയം ഫാദർ ഓഫ് വൈറോളജി
എന്നറിയപ്പെടുന്ന സ്റ്റാൻലി എന്താ ചെയ്തത്? സ്റ്റാൻലി ചെയ്ത സംഗതി എന്താന്ന് ചോദിച്ചാൽ വൈറസിനെ ആദ്യമായിട്ട് ക്രിസ്റ്റലൈസ് ചെയ്തത് സ്റ്റാൻലിയാണ്. ആൻഡ് ദീസ് ക്രിസ്റ്റൽസ് ആർ ഫുള്ളി മേഡപ്പ് ഓഫ് പ്രോട്ടീൻസ് എന്നുള്ള കാര്യം സ്റ്റാൻലി പറഞ്ഞു. മക്കളെ, നിങ്ങൾ അറിയേണ്ട മറ്റൊരു കാര്യം, വൈറസ് എല്ലാം ഒബ്ലിഗേറ്റ് ആയിട്ടുള്ള പാരസൈറ്റ്സ് ആണ്. ദാറ്റ് ഈസ് ദേ ആർ സ്ട്രിക്ട്ലി പാരസൈറ്റ്സ്. ഓക്കെ മക്കളെ, വൈറസിനെ കുറിച്ച് പറയുമ്പം 3 ടൈപ്പ് വൈറസിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. ഒന്ന് പ്ലാന്റ്സിനെ അറ്റാക്ക് ചെയ്യുന്ന വൈറസ്, പ്ലാൻ വൈറസ്. അവരുടെ പെക്യുലാരിറ്റി, അവർക്ക് സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള RNA ആണ് ഉള്ളത്. അതേപോലെ തന്നെ മക്കളെ ബാക്ടീരിയൽ വൈറസ്, ബാക്ടീരിയോഫേജസിനെ കുറിച്ച് പറയുമ്പോഴോ അവർക്ക് ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA ആണ്. ഓക്കെ, അതേപോലെ തന്നെ മക്കളെ ആനിമൽ വൈറസിന്റെ പ്രത്യേകതയോ അത് എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവണം. അവർക്ക് ഡബിൾ സ്റ്റാൻഡേർഡ് ആവാം, സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആവാം, പക്ഷെ DNA എപ്പോഴും ഡബിൾ സ്റ്റാൻഡേർഡ് ആയിരിക്കും. ഈ 3 ടൈപ്പ് വൈറസ് എന്ന് എപ്പോഴും ഓർത്തിരിക്കുക: പ്ലാന്റ്, ആനിമൽ ആൻഡ് ബാക്ടീരിയൽ വൈറസ്, ബാക്ടീരിയോഫേജ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ ഒന്ന് പഠിക്കണ്ടേ? കൃത്യമായിട്ട് അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ പഠിക്കണം. ടുബാക്കോ മൊസൈക്ക് വൈറസിന്റെ ഡയഗ്രാം, അതേപോലെ തന്നെ ബാക്ടീരിയോഫേജിന്റെ ഡയഗ്രാം അറിയണം. കാരണം ടുബാക്കോ മൊസൈക്ക് ആയിക്കോട്ടെ, ബാക്ടീരിയോഫേജ് ആയിക്കോട്ടെ, വൈറസിന്റെ സ്ട്രക്ചർ എടുത്താൽ ഏറ്റവും ഔട്ടർമോസ്റ്റ് ആയിട്ടുള്ള ക്യാപ്സോമിയേഴ്സ് കൂടിയിട്ട്, ഇതെല്ലാം ക്യാപ്സോമിയേഴ്സ് അല്ലേ? ഈ ക്യാപ്സോമിയേഴ്സ് കൂടിയിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഇതൊക്കെ ക്യാപ്സോമിയേഴ്സ് ആണ്. ഇതെല്ലാം കൂടിയിട്ടാണ് മക്കളെ ക്യാപ്സിഡ് എന്ന ഔട്ടർമോസ്റ്റ് പ്രോട്ടീൻ കോട്ട് ഫോം ചെയ്യുന്നത്. പിന്നെ ഇവർക്കുള്ളത് ഏതാ? ഉള്ളിൽ ജെനറ്റിക് മെറ്റീരിയലിലെ ഒന്നെങ്കിൽ DNA ആവാം, അല്ലെങ്കിൽ RNA ആവാം. ഓക്കെ, അപ്പൊ ബാക്ടീരിയോഫേജിൽ എപ്പോഴും DNA എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലോ. ശരി, ഈ വൈറസ് ഉണ്ടാക്കുന്ന സിംറ്റംസ് കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവണം. ആനിമൽസിലെ ഡിസീസും സിംറ്റംസും ഒക്കെ നമുക്കറിയാം. അതേസമയം പ്ലാന്റ്സിലെ സിംറ്റം നോക്ക്: മൊസൈക്ക് ഫോർമേഷൻ, നിറമുള്ള കുത്തുകൾ, ലീഫ് റോളിംഗ് ആൻഡ് കേളിംഗ്, മഞ്ഞളിപ്പ് രോഗം, വെയിൻ ക്ലിയറിംഗ്, അതേപോലെ തന്നെ ഡ്വാഫിംഗ്, വളർച്ച മുരടിച്ചു പോകുന്ന സ്റ്റണ്ടഡ് ഗ്രോത്ത്. ഓക്കെ, വൈറസിന്റെ അതേപോലെ ഒരു പ്രാധാന്യം വരുന്ന മറ്റൊരു സെല്ലുലാർ ആണ് നമ്മുടെ വൈറോയിഡ്സ്. ഡൈനർസൈപ്പ് 1971 വൈറസിനേക്കാളും ചെറിയ ഒരു ഇൻഫെക്ഷസ് പാർട്ടിക്കിളിനെ കണ്ടുപിടിച്ചു. അത് എങ്ങനെ കണ്ടുപിടിച്ചു? ഉരുളക്കിഴങ്ങിൽ പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ് കോസ് ചെയ്യുമ്പോഴാണ് ഇതിനെ നമ്മൾ തിരിച്ചറിയുന്നത്. ഇതിന്റെ പ്രത്യേകത, അവർക്ക് RNA മാത്രമേ ഉള്ളൂ, പ്രോട്ടീൻ കോട്ടില്ല. അപ്പൊ കോട്ടുള്ളവൻ വൈറസ് ആണ്, കോട്ട് അങ്ങോട്ട് ഊരിക്കഴിഞ്ഞാൽ അത് വൈറോയിഡ് ആണ്. പക്ഷെ പ്രയോൺസിനെ കുറിച്ചും അതേപോലെ നമ്മൾ പഠിക്കേണ്ടതാണ്. വൈറസിന്റെ അതേ സൈസ്, ശരിക്കും വൈറോയിഡ്സ് ആണ് ഏറ്റവും ചെറുത്. ഈ പറയുന്ന പ്രയോൺസ് പ്രോട്ടീൻസ് കൊണ്ട് മാത്രമാണ് ഉണ്ടാക്കിയത്. ഇത് ഉണ്ടാക്കുന്ന ഡിസീസ് വളരെ ഫേമസ് ആ. ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫാലോപ്പതി, BSE എന്ന് ഷോർട്ട് ഫോമിൽ അറിയപ്പെടും. കോമൺലി കോൾഡ് ആസ് മാഡ് കൗ ഡിസീസ്, ഭ്രാന്തി പശു അസുഖം. ഇനി ഇതിന്റെ മനുഷ്യരിലെ വേരിയന്റ്, അതായത് ന്യൂറോളജിക്കൽ ഡിസീസ് ഉണ്ടാക്കുന്ന സിയ ജേക്കബ് ഡിസീസ്, CJD, ക്രിസ്വീൽ ജേക്കബ് ഡിസീസ്, വളരെ ഫേമസ് ആയിട്ടുള്ള പ്രയോണിന്റെ ഡിസീസ് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഓക്കെ മക്കളെ, അങ്ങനെയാണെങ്കിൽ ദ ചാപ്റ്റർ ക്യാൻ ബി ക്ലോസ്ഡ് ബൈ ദ സ്റ്റഡി ഓഫ് ലൈക്കൻസ്. ലൈക്കൻസ് എന്നുള്ള ചോദ്യങ്ങൾ എപ്പോഴും നമുക്ക് ഉണ്ടാവുന്നതാണ് മക്കളെ. ലൈക്കൻസ് എന്ന് പറയുന്നത് സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ആൽഗെ ആൻഡ് ഫംഗൈ. ശരിക്കും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. അതിൽ ആൽഗൽ കോമ്പോണന്റിനെ നമ്മൾ ഫൈക്കോ ബയോണ്ട് എന്ന് വിളിക്കുമ്പം, അതേസമയം നമ്മൾ ഫംഗൽ കമ്പോണന്റിനെ മൈക്കോ ബയോണ്ട് എന്ന് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഓരോരുത്തരും ചെയ്യുന്ന ഡ്യൂട്ടി എന്താ? അതിൽ ഓരോരുത്തരും ചെയ്യുന്ന ഡ്യൂട്ടി നോക്ക്. ഫംഗസ് അല്ലേ ഹസ്ബൻഡ്? ഫംഗസ് മണ്ണിൽ നിന്നും ന്യൂട്രിയൻസ് വലിച്ചെടുത്തു കൊടുക്കും. വാട്ടർ, മണ്ണിൽ നിന്ന് ആവണമെന്നില്ല, ന്യൂട്രിയൻസ് വലിച്ചെടുത്തു കൊടുക്കും. വാട്ടർ, ഷെൽട്ടർ, സംരക്ഷണം ഒക്കെ ഈ ഹസ്ബൻഡിന്റെ ജോലിയാണ്. അതേസമയം വൈഫായ ആൽഗെ എന്താ ചെയ്തു കൊടുക്കുക? പ്രിപ്പയർ ഫുഡ് ഫോർ ഫംഗൈ. ഓക്കെ, ആൻഡ് യു ഹാവ് ടു നോ ദാറ്റ് ദേ ആർ കൺസിഡർഡ് ആസ് ദ ബെസ്റ്റ് പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ്. അതെന്താ കാരണം? സൾഫർ ഡയോക്സൈഡ് തട്ടിയാൽ ലൈക്കൻസ് നശിച്ചു പോകും എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച ചോദ്യങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കിയാൽ നോക്കൂ മക്കളെ, ബാക്ടീരിയോഫേജിന്റെ കേസ് എടുക്കാം. ഈ ബാക്ടീരിയോഫേജിന്റെ വൈറസിൽ മേഡപ്പ് ഓഫ് DNA അല്ലേ? സാധാരണ വൈറസ് പറയുമ്പം RNAയും വരാം, DNAയും വരാം. പക്ഷെ ബാക്ടീരിയോഫേജ് എപ്പോഴും DNA കൊണ്ടല്ലേ ഉണ്ടാക്കിയത്? മക്കളെ, ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്
നമുക്ക് പിന്നെ സ്ഥിരമായി ചോദിക്കാറ് വൈറോയിഡ്സും വൈറസും എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ എസേഷൻ ആയിട്ടോ ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻ ആണ് വൈറസും വൈറോയിഡ്സും തമ്മിലുള്ള ഡിഫറൻസ്. വൈറോയിഡ്സ് ഡിഫർ ഫ്രം വൈറസ് ഇൻ ഹാവിങ്. ഇപ്പൊ വൈറോയിഡ്സിന്റെ പെക്യുലാരിറ്റി RNA അല്ലേ, വിത്ത് പ്രോട്ടീൻ കോട്ടാണോ വിത്തൗട്ട് പ്രോട്ടീൻ കോട്ടാണോ, അവർക്ക് പ്രോട്ടീൻ കോട്ടില്ല, കോട്ട് ഊരിയാൽ വൈറോയിഡ് ആണെന്നുള്ളത് ഒരിക്കലും നിങ്ങൾ മറക്കില്ല എന്ന് എനിക്കറിയാം. ഓക്കെ, ആൻഡ് ലെറ്റ്സ് മൂവ് ടു ദ ലൈക്കൻ. ലൈക്കൻസിലേക്ക് പോയാൽ ആൽഗൽ കോമ്പോണന്റിനെ ഞാൻ ഇപ്പൊ പറഞ്ഞു ഫൈക്കോബയോൺ എന്ന്, ഫംഗൽ കോമ്പോണന്റ് മൈക്കോബയോൺ. സോ BLA കറക്റ്റ് ആയിട്ടുള്ള ആൻസർ യെസ്. മക്കളെ ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടെ നോക്കി നമ്മൾ ഈ ഒരു ഷോർട്ട് സീരീസ് വൈൻഡപ്പ് ചെയ്യാം. ലൈക്കൻസ് എന്തിന്റെ എക്സാമ്പിൾ ആണ്? സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ആൽഗി ആൻഡ് ഫംഗൈ എന്ന് നമ്മൾ +1 കാലഘട്ടത്തിലേ പഠിക്കുന്നല്ലേ. ആസ് ഓൾസോ എൻ എക്സാമ്പിൾ ഫോർ മ്യൂച്വലിസം. സോ ദ റൈറ്റ് ആൻസർ ഗോസ് ടു ബോത്ത് A and B as the right one. മക്കളെ ഈ ഒരു ചാപ്റ്റർ നമ്മൾ വളരെ പ്രിസൈസ് ആയിട്ട് പറഞ്ഞപ്പം ഏകദേശം എല്ലാ ഐഡിയാസും എൻ്റെ കുട്ടികൾക്ക് കിട്ടിയുമോ? ഓക്കെ, ഈ ഒരു ചാപ്റ്റർ ഡൊണേറ്റ് ചെയ്യുന്നത് എത്ര ക്വസ്റ്റ്യൻസ് ആണ് എന്നറിയുമോ? ഈ ചാപ്റ്റർ ഡൊണേറ്റ് ചെയ്യുന്നത് ഏകദേശം 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ നീറ്റ് എക്സാമിനേഷന് ഇത് സ്പോൺസർ ചെയ്യുന്നത്. അപ്പം 3 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം ഓൾമോസ്റ്റ് 12 മാർക്സ് is waiting for you for the NEET 2024. So I think the chapter is ready in your hands. നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ചാപ്റ്റർ ഇനി ക്യാപ്സ്യൂളായി ഭദ്രമായിട്ടുണ്ടാകും എന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് ലെറ്റ്സ് വൈൻഡ് ഇറ്റ് ഓഫ്. ഓക്കെ, താങ്ക് യു മക്കളെ. See you on the next short series. Okay, thank you.